ഹായ് ഹോൾ, വെൽക്കം ബാക്ക് ടു നീഡിൽ വേവ് ഡിസൈൻസ്. ഇന്ന് ഇതുപോലെ എലഗൻ്റ് ആയിട്ടുള്ള നമുക്ക് വീട്ടിലൊക്കെ വിയർ ചെയ്യാൻ പറ്റിയ ഒരു മാക്സി ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാൻ 3.5 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ആദ്യം നമുക്കിതിൻ്റെ യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. ഇതിൽ ഫ്രണ്ടിൽ മാത്രമാണ് യോക്ക് പാർട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ മെറ്റീരിയലിനെ 2 മടക്കാക്കി ഇടുക. അതേപോലെ 2 മടക്കായിക്കാരം ഉണ്ടാക്കുക. അതേ മടക്ക് വശം നമ്മൾ എടുത്ത് വെച്ചിട്ട് അളവിടാം. ഇതിന് ഷോൾഡർ 8 ഇഞ്ചാണ്. അതേ അളവിൽ തന്നെയാണ് ആം ഹോളും കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ചെസ്റ്റ് വരുന്നത് 11 ഇഞ്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ ലൂസ് വേണമെന്നെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് ഇടുക. അതേപോലെ ഷേപ്പ് വരുന്നത് അതേപോലെ 10 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ അളവിൽ മാർക്ക് ചെയ്തിട്ട് എടുക്കുക. നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ അളവിനനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക. ഞാനിതിന് ബി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത് 6 ഇഞ്ചും വിഡ്ത്ത് കൊടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. ഇതേപോലെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഡ്രസ്സിൻ്റെ ലെങ്ത്ത് വരുന്നത് 56 ഇഞ്ചാണ്. അപ്പോൾ ഇതിന് യോക്ക് പാർട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് 12 ഇഞ്ചാണ്. അതിവിടെ 1 ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് കൂട്ടി 13 ഇഞ്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കി ഇഞ്ചത്തെ ലെങ്ത്ത് വരുന്നത് 44 ഇഞ്ചാണ്. 44 കൂടെ 1.5-2 ഇഞ്ചൊക്കെ ആയിട്ട് നമുക്ക് മടക്കിയെടുക്കാനുള്ള തുമ്പും മുകളിൽ അരഞ്ചും പോകില്ല, അത് എക്സ്ട്രാ കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ചെറിയ പ്ലീറ്റാണ് ഞാനിതിന് ഇട്ടെടുത്തുള്ളത്. ഇതേപോലെ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതേപോലെ 2 മടക്കാക്കിയിട്ട് മടക്കി വെച്ചു. ബാക്ക് പാർട്ടിന് ലെങ്ത്ത് 56 ഇഞ്ച്. ബാക്ക് പാർട്ടിൽ നമുക്ക് പ്ലീറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ യോക്ക് പാർട്ടൊന്നും വേറെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 56 ഇഞ്ച് അതിൽ കൂടെ 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 58 ഇഞ്ചാണ് ബാക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം കട്ട് ചെയ്തില്ല യോക്ക് പാർട്ട് ഉണ്ടല്ലോ, ആ യോക്ക് പാർട്ട് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ സെയിം അളവിന് വേണ്ടിയിട്ട് ഇതേപോലെ ആ യോക്ക് പാർട്ടിൻ്റെ ഭാഗം വെച്ച് കൊടുത്തിട്ട് ആ ഒരളവിലാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ആം ഹോളും ചെസ്റ്റും അതേപോലെ ഷേപ്പും മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗത്തേക്ക് നല്ല വീതിക്ക് ഇലയും കുർത്തി കട്ട് ചെയ്യും പോലെ ഇതേപോലെ വീതിക്ക് എത്രയാണോ നമുക്ക് മാക്സിക്ക് വീതി വേണ്ടത് ആ വീതിക്ക് അനുസരിച്ചിട്ട് അളവിട്ട് ആ അളവ് മാർക്ക് കൂടെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് സ്ലീവാണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ചാണ്. അതിൽ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ടിട്ട് സ്ലീവ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്യാം. വി നെക്കാണ്. അപ്പോൾ ഞാനിതിൻ്റെ അടിയിൽ വേറൊരു പീസ് വെച്ച് കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ക്യാൻവാസും കരുന്നും വെക്കണില്ല, ഡയറക്റ്റ് ഒരു പീസ് മാത്രം വെച്ചിട്ട് അങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്താണ് ഞാൻ ആ പീസ് വെച്ചെടുത്തിട്ടുള്ളത്. നല്ല വശത്ത് വെച്ചിട്ട് ഇതേപോലെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അടിയത്തെ പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ പീസിനെ മറിച്ചിട്ടിട്ട്, അതായത് ചീത്ത വശത്തേക്ക് നല്ല വശത്തു നിന്ന് ചീത്ത വശത്തേക്ക് മറിച്ചിട്ടിട്ട് ഒരു പതിച്ചടിയും കൂടെ ആ നെക്കിൻ്റെ അതേ ഷേപ്പിൽ പതിച്ചടി കൊടുക്കുക. ബാക്കി വന്ന പീസിനെ ഞാൻ ബാക്കിക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതേപോലെ തന്നെ ആ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരു ഫ്രണ്ടിലെ ഒരു ഭാഗത്ത് പ്ലീറ്റുള്ള കട്ട് ചെയ്തിരുന്നല്ലോ, ആ ഭാഗം ഇതേപോലെ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് കൊടുക്കുക. പ്ലീറ്റ് നാവ് വഴിക്ക് പോവുകയാണ്. പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ യോക്ക് പാർട്ട് ആ പ്ലീറ്റ് ഇട്ട പാർട്ടായിട്ട് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്ക് പാർട്ടിൻ്റെ നെക്കും ഇതേപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും കൂടെ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കുക. പിന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് സാധാ സ്ലീവ് ആയതുകൊണ്ട് ഇതിൽ വീഡിയോ എടുത്തിട്ടില്ല. സ്ലീവ് ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് എത്രയാണ് ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് ആ ഷേപ്പിൻ്റെ മാർക്ക് ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.